അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബുർജ് ഖലീഫയാണ് കാണുന്നതെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ ദുബൈയിലെ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു സ്ഥലത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. അതായത് ബുർജ് ഖലീഫയൊക്കെ സ്ഥിതി ചെയ്യുന്ന ഡൗൺ ടൗൺ ദുബായ് എന്ന് പറയുന്ന പ്രദേശത്താണ്. വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. പല പ്രദേശങ്ങളെ അപേക്ഷിച്ചും ഈ ബുർജ് ഖലീഫ നിൽക്കുന്ന ഈ പ്രദേശം കണ്ട കടൽ വെള്ളമൊക്കെ കയറ്റി തോടുകളൊക്കെ കൃത്രിമമായിട്ട് തോടുകളൊക്കെ നിർമ്മിച്ച് നല്ല ലൈറ്റനിങ് ഒക്കെ കൊടുത്ത് ആളുകൾക്ക് ഇരിക്കാനൊക്കെ ഉള്ള സൗകര്യങ്ങൾ, അങ്ങനെ മനോഹരമായിട്ടുള്ള ഒരു പ്രദേശം. നഗരജീവിതത്തിൻ്റെ തിരക്കിൽ നിന്നൊക്കെ ഒഴിഞ്ഞ് ഇടവേളകൾ വൈകിട്ട് വന്ന് ആളുകൾക്കെല്ലാം റിലാക്സ് ചെയ്യാൻ പറ്റുന്ന വളരെ മനോഹരമായിട്ടുള്ള ഒരു പ്രദേശം. ഇവിടെ 20 മിനിറ്റ് ഇടവിട്ടായി വാട്ടർ ഫൗണ്ടൻ ഉണ്ട്. അപ്പോൾ അത് കാണാനും കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ വളരെ സന്തോഷം തോന്നുന്ന കാഴ്ചകൾ തന്നെ. ഇപ്പം നമ്മുടെ നാട്ടിൽ എങ്ങോട്ട് തിരിഞ്ഞാലും മരങ്ങളും അതുപോലെ വനവും ആറും തോടും കുളങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും നമുക്കതൊന്നും ഒരു പുതുമയല്ലാത്തത് കൊണ്ടും അതുകൂടാതെ നമുക്ക് അവിടെയൊന്നും പോയി ഒന്ന് റിലാക്സ് ചെയ്തിരിക്കാനുള്ള സൗകര്യപ്രദമായ സ്ഥലങ്ങളൊന്നും ഒരുക്കിയിട്ടില്ലാത്തതുകൊണ്ട് നമുക്കതൊന്നും കാണാനായിട്ട് പോകാനൊന്നും നമ്മളങ്ങനെ പോകത്തുമില്ല, കാണത്തുമില്ല, ഒന്നുമില്ല. അതേസമയം ഇവിടെ ഈ മരുഭൂമിയായിരുന്ന സ്ഥലം എത്ര മനോഹരമായിട്ടാണ് ഇവിടുത്തെ ഭരണാധികാരികൾ സൗകര്യപ്രദമായിട്ട് നല്ല മനോഹരമായ ഇടങ്ങളായിട്ട് ആളുകൾക്ക് വന്നിരിക്കാനും റെസ്റ്റ് ചെയ്യാനും ഒക്കെ ഉള്ള സ്ഥല സൗകര്യങ്ങളെല്ലാം ഒരുക്കി വളരെ ആധുനികവൽക്കരിച്ച് വളരെ ഭംഗിയായിട്ട് രൂപപ്പെടുത്തിയിരിക്കുന്നത് കാണുമ്പം നമുക്ക് ഒരു നഷ്ടബോധം പോലും തോന്നും. നമ്മുടെ സ്ഥലം ഒക്കെ ഇങ്ങനെയൊക്കെ ആക്കിയിരുന്നെന്ന് നല്ലതായിരുന്നു. ഇപ്പോൾ ബുർജ് ഖലീഫ പോലെയുള്ള ബിൽഡിംഗ് ഒന്നും വരണമെന്നില്ല. അവിടുത്തെ ഒരു ആറിൻ്റെ തീരം എടുത്താൽ മതി, എത്ര മനോഹരമാക്കാൻ പറ്റും. ഇവിടെ തോടൊക്കെ നിർമ്മിച്ച് കണ്ട ധാരാളം ആൾക്കാർ ഈ നഗര ജീവിതത്തിൻ്റെ തിരക്കിൽ നിന്നും ഇവിടെ വന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടി കുട്ടികളോടൊപ്പം അതുപോലെ വിദേശത്തുനിന്ന് ആളുകളും നമ്മുടെ നാട്ടിൽ നിന്നുള്ള ആളുകളും ഒക്കെ വരുന്നുണ്ട്.